പ്രിയപ്പെട്ടവരെ, ഈശോയോട് ചേർന്ന് നിൽക്കുക, ഈശോയുടെ മനസ്സറിയുക, ഈശോയുടെ ചൈതന്യത്തിലേക്ക് വളരാൻ ദൈവം ഒരുക്കി തന്നിരിക്കുന്ന നിർണായകമായ നിമിഷങ്ങളാണ് നോമ്പ് കാലങ്ങൾ. ഈ ഒരു സമയത്ത് വളർന്നാലേ നമ്മുടെ ആത്മീയ ജീവിതം മെച്ചപ്പെടുമെന്ന് നമുക്കറിയാം. ദാവീദിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്, ദൈവമേ, അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു, എൻ്റെ സ്വരം കേൾക്കണമേ. പാപി എപ്പോഴും പാതാളത്തിലേക്കുള്ള വഴിയിലാണ്. ഓരോ സ്റ്റെപ്പും എടുത്തു വെക്കുന്നത് അഗാധങ്ങളിലേക്കാണ്. ധൂർത്തുപുത്രൻ്റെ ജീവിതം പരിശോധിച്ച്, അപ്പൻ്റെ കൂടെ ആയിരുന്നു, അവൻ്റെ പാപാവസ്ഥയിലേക്ക് അവൻ പ്രവേശിക്കുന്നു. അടുത്ത സ്റ്റെപ്പ് എടുത്തു വെച്ചത് കൂട്ടുകാരുടെ ഇടയിലേക്ക്, അടുത്ത സ്റ്റെപ്പ് എടുത്തു വെച്ചത് ധൂർത്തടിക്കുന്ന ജീവിതത്തിലേക്ക്, അടുത്ത സ്റ്റെപ്പ് എടുത്തു വെക്കുന്നത് ആ നാട്ടിലൊരു പൗരൻ്റെ അടുത്തേക്ക്, അടുത്ത സ്റ്റെപ്പ് എടുത്തു വെക്കുന്നത് പന്നിക്കൂട്ടിലേക്ക്, അടുത്ത സ്റ്റെപ്പ് വെച്ചത് പന്നിക്കൂടിൻ്റെ അടിമത്തത്തിലേക്ക്. പാപിയുടെ ഒരു ഗ്രാഫ് പരിശോധിച്ചാൽ അത് അഗാധത്തിലേക്കുള്ള യാത്രയാണ്. അപ്പൊ ഈ നാളുകളൊക്കെ നമ്മൾ ചിന്തിക്കണം, നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്, എന്തുമാത്രം അഗാധത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇനി എന്ത് ചെയ്യണം? നോമ്പുകാലം എന്താണ്? എത്ര സ്റ്റെപ്പ് നമ്മൾ താഴോട്ട് വെച്ചോ അത്രയും സ്റ്റെപ്പ്, ഓരോ സ്റ്റെപ്പും ആലോചനയോടുകൂടി എടുത്തു വെച്ച് ഈശോയിലെ അടുത്തേക്ക്, കുടുംബത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു വഴിയാണ്. പ്രിയപ്പെട്ടവരെ, എന്നെ ചിന്തിപ്പിക്കുന്ന ഒരു ചിന്ത ഈ അടുത്ത കാലത്ത് പേപ്പറിൽ വായിച്ചപ്പോൾ കിട്ടിയതാണ്. ദൈവത്തിന് എത്തിച്ചേരാൻ പറ്റാത്ത ആഴത്തിലുള്ള ഒരു കുഴിയുമില്ല ലോകത്ത്. നീ പാപത്തിന്റെ എത്രമാത്രം പടുകുഴിയിലാണോ ജീവിക്കുന്നത്, അവിടെ എത്തിച്ചേരാൻ ഒരാളുണ്ട്, അതാണ് സർവശക്തനായ ദൈവം. മനുഷ്യന് എത്തിച്ചേരാൻ സാധിക്കാത്ത ഇടങ്ങൾ ഒരുപാടുണ്ട്. മനുഷ്യന് എത്തിച്ചേരാൻ പറ്റുകയില്ല, എന്നാൽ ദൈവത്തിന് അവിടെ എത്തിച്ചേരാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് എന്ത് പ്രത്യാശയാണ് ഈ ഒരു ചിന്തയിൽ നമുക്ക് കിട്ടുന്നതെന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഏതെല്ലാം പാപത്തിന്റെ വഴികളിലൂടെ പോയാലും, എന്തുമാത്രം അഗാധത്തിലായാലും, അവിടെ ഒരാൾക്ക് മാത്രമേ എത്തിച്ചേരാൻ പറ്റൂ, അത് ദൈവത്തിന് മാത്രം. അതുകൊണ്ടാണ് ചിന്തിക്കേണ്ടത്, ദൈവത്തിന് എത്തിച്ചേരാൻ പറ്റാത്ത ആഴത്തിലുള്ള ഒരു കുഴിയും ഈ ലോകത്തിലില്ല. അപ്പൊ അവസ്ഥ എന്താണോ അവിടെ ഇരുന്നു കൊണ്ട് ദൈവമേ എന്നൊരു വാക്ക് ഉച്ചരിച്ചാൽ മതി. പണ്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ, ചിലിയിൽ ഒരു ഖനിക്കുള്ളിൽ 32 പേരോളം അകപ്പെട്ടു. ഇതിനകത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നവരാണ്. മണ്ണിടിച്ചിൽ സംഭവിച്ച് ഇതിനകത്ത് അകപ്പെട്ടു. അപ്പോൾ അവർക്ക് മനസ്സിലായി, ഇനി അധികം ദിവസത്തേക്കുള്ള ഭക്ഷണമില്ല, വെളിച്ചമില്ല, വായുവില്ല, വെള്ളമില്ല, ഒന്നുമില്ല. വേണ്ട നിമിഷ നേരത്തേക്ക് മാത്രമേ അവരുടെ കയ്യിലുള്ളൂ. പക്ഷെ അവര് പറഞ്ഞൊരു കാര്യമുണ്ട്, നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്, ഗവൺമെന്റ് ഉണ്ട്, ഗവൺമെന്റ് സംവിധാനങ്ങളുണ്ട്. പക്ഷേ ഇവിടെ ഇറങ്ങി വന്ന്, വേഗത്തിൽ ഇറങ്ങി വന്ന് രക്ഷിക്കാൻ കഴിവുള്ള ഒരാളേ ഉള്ളൂ, ദൈവം മാത്രം. പ്രിയപ്പെട്ടവരെ, അവരെന്തു ചെയ്തു? അപ്പൊ അവര് അങ്ങനെയുള്ളൊരു നിസ്സഹായ അവസ്ഥയിൽ നിന്നുകൊണ്ട് അവര് ദൈവത്തിന് വേണ്ടി അവർ പ്രാർത്ഥിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞാണ് അവരെ പുറത്തെടുത്തത്. പക്ഷേ അവർക്ക് ആർക്കും ജീവഹാനി സംഭവിച്ചില്ല. കാരണം അവർ സാക്ഷ്യപ്പെടുത്തുകയാണ്. ശാലോം പേപ്പറിനകത്ത് അവരുടെ വാർത്തയുണ്ടായിരുന്നു. അവര് വന്ന് പറഞ്ഞത് എന്താണ്? ദൈവമാണ് ഞങ്ങളെ രക്ഷിച്ചത്, ദൈവത്തിന് മാത്രമേ ഈ സാഹചര്യത്തിലേക്ക് ഇറങ്ങി വന്ന് ഞങ്ങളെ രക്ഷിക്കാൻ പറ്റൂ എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിച്ചു. ഞങ്ങളെല്ലാവരും സ്തുതിക്കാൻ തുടങ്ങി, ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ നാവിൽ ഒറ്റ നാമം മാത്രം, ദൈവം. അതുകൊണ്ടല്ലേ ഈശോ പറഞ്ഞത്, നീ വിളിക്ക്, ഞാൻ നിനക്ക് ഉത്തരവരുളും. അതെവിടെയാ? പള്ളി വന്നിരുന്ന് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? നീ എവിടെയാണോ ജീവിക്കുന്നത്, ഏതവസ്ഥയിലാണോ നീ എത്തിച്ചേർന്നത്, അവിടെ ഇറങ്ങി വരാൻ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പൊ ഈ നോമ്പ് കാലത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ദൈവത്തോടുള്ള ബന്ധം പുനഃസ്ഥാപിക്കാൻ ഞാനും നിങ്ങളും ആഗ്രഹിക്കണം. ഞാനൊക്കെ ആദ്യം ഓർത്തിട്ടുണ്ട്, വലിയ മാരക പാപം ചെയ്യുന്നവരൊക്കെ നശിച്ചു പോകുമെന്നാണ് വിചാരിച്ചു കൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വിശുദ്ധനെ കുറിച്ച് ഞാൻ കേൾക്കുക, ബർത്തലോമിയോ ലോങ്കോ. നല്ല ദൈവഭക്തനായിരുന്നു. അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ച് ദൈവത്തെ അദ്ദേഹത്തിന് കണ്ടെത്താൻ പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം സംശയിക്കാൻ തുടങ്ങി. അപ്പൊ ദൈവം ഇല്ലായിരിക്കും, ദൈവം ഉണ്ടെങ്കിൽ കാണണ്ടേ.
ദൈവത്തെ കാണാത്തത് കൊണ്ട് ദൈവമില്ല എന്ന് സംശയിച്ച് സഭ വിട്ടു. എന്നിട്ട് അദ്ദേഹം സാത്താൻ സേവകരുടെ ഇടയിലെത്തി. അവിടെ വളർന്ന് അവിടുത്തെ പുരോഹിതനായി. അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ സാത്താനെയും കാണാൻ പറ്റുന്നില്ല. അപ്പൊ ടോട്ടൽ കൺഫ്യൂഷൻ. ദൈവത്തെയും കണ്ടെത്താൻ പറ്റുന്നില്ല, സാത്താനെയും കാണാൻ പറ്റുന്നില്ല. അപ്പൊ അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി, ദൈവത്തെ കണ്ടെത്താൻ പറ്റിയില്ലെങ്കിലും ആദ്യത്തേതായിരുന്നു നല്ലത്. കാരണം അന്ന് സമാധാനം ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നു, ഉറങ്ങാമായിരുന്നു. ഇതൊക്കെ അദ്ദേഹം കണ്ടെത്തി. ഇപ്പോഴോ പേടിയായി, അസ്വസ്ഥതയായി, ഉറക്കമില്ല, മരണത്തെക്കുറിച്ചുള്ള ഭയം. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. ആ അവസ്ഥയിലിരുന്നു കൊണ്ട് മാതാവിനെ ഓർത്തു. മാതാവിനെ ഓർത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ അടുത്ത് ഒരു കരം വരികയാണ്, ആരോ ഒന്ന് പിടിക്കുന്നത് പോലെ. ആ കരം അദ്ദേഹത്തെ പിടിച്ച് ഇതിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് ബിഷപ്പിന്റെ അടുത്ത് പോയി കുമ്പസാരിച്ചു. കുമ്പസാരത്തിന് ശേഷം വീണ്ടും പഴയ ഭക്തിയിലേക്ക് കടന്നു വന്നു. ഒരുപാട് പേര് അദ്ദേഹത്തിന്റെ കൂടെ കൂടി. അദ്ദേഹം മരിച്ചു. മരണശേഷം അദ്ദേഹം ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചു. കാരണം അദ്ദേഹത്തിന്റെ നാമധേയത്തിൽ ഒരുപാട് പേർക്ക് അത്ഭുത രോഗശാന്തിയൊക്കെ നടന്നു. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, ദൈവത്തിന് എത്തിച്ചേരാൻ പറ്റാത്ത ആഴത്തിലുള്ള ഒരു കുഴിയും ഈ ലോകത്തില്ല. നിന്റെ അവസ്ഥ എന്തുമായിക്കൊള്ളട്ടെ, ഈ നോമ്പ് കാലത്തിരുന്ന് ദൈവമേന്ന് ഹൃദയം കൊണ്ട് നീ വിളിക്കണം. അപ്പോൾ അവിടെ ദൈവം ഇറങ്ങി വരും. ആ ദൈവം നിനക്ക് പ്രത്യാശ നൽകും. ആ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ നിനക്ക് ഏത് കുഴിയിൽ നിന്നും നിനക്ക് കയറാനുള്ള പറ്റും. അതിനുള്ള അനുഗ്രഹവും കൃപയും ഈ സന്ദേശത്തിലൂടെ നിനക്ക് കിട്ടട്ടെ, നിന്റെ മനസ്സിനെ പ്രചോദിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ബ്ലസ് യു.